തെരേസ കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിനുള്ള ഒരു വിഭവം കൂടി ഞാൻ തയ്യാറാക്കണം. ഇഞ്ചി തൈര് എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി ഞാനത് ഒന്നുകൂടി കാണിച്ചു തരാം. മെയിനായിട്ട് ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. തൈര്. ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. പണ്ട് കാലത്തൊക്കെ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരാറുണ്ട്. ഇന്നിപ്പോൾ അമ്മ നമ്മളൊപ്പം ഇല്ല, എങ്കിൽ കൂടി അമ്മേനെ ഇപ്പോൾ ഓർക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അമ്മയുടെ സാന്നിധ്യം നമുക്കില്ലാണ്ടാവുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും അവർ അന്ന് കാണിച്ചു തന്ന കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് എങ്ങനെ തയ്യാറാക്കണമെന്ന് പറഞ്ഞുതരാം. കുറച്ച് ഉപ്പ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിയണം കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇലയിൽ ഒരു പിശുക്കും കാണിക്കില്ല. വേപ്പിൻ്റെ ഇല ഇഞ്ചിയൊക്കെ വന്നാലാണ് ഇതിന് കൂടുതലും മണം രുചിയൊക്കെ കിട്ടുള്ളൂ. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അപ്പം നല്ല മണം കിട്ടും ഇതിന്. ഇനി നമുക്കിത് തൈരിലേക്കിടാം. ഇനി നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. നല്ല കട്ട തൈരാണ് ഇത്. ഞാൻ 1/2 ലിറ്റർ തൈരാണ് എടുത്തേക്കണേ. പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഉപ്പും എല്ലാം കൂടി ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. നമുക്ക് ഓണത്തിന് മറ്റുള്ള വിഭവങ്ങളിലൊപ്പം ഇതും കൂടി വരുമ്പോഴാണ് അത് പൂർത്തിയാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണ് മൺചട്ടി, അതുപോലെ ചിരട്ടക്കയിൽ, അതൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ അതിനോടൊക്കെ ഇത് കുറഞ്ഞു, എങ്കിലും ഇപ്പോൾ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു.